ഒരു 5000-10,000 പേരുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഖിൽ ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആണ് പെർഫോമൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അഖില് പേഴ്സണൽ പ്രൊഫൈൽ ഇടുന്ന ഇതിനേക്കാളും റീച്ച് ഉണ്ടാവും അഖിലിന് കുറ്റം പറയാനുള്ള ആള്. ഒരു ഫോട്ടോ ഹേറ്റേഴ്സ് ഇല്ലാത്ത പയ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമിക്കാത്ത ആൾക്കാര് ഇപ്പൊ നമ്മുടെ പോസ്റ്റർ വെച്ചിട്ട് നസ്ലിനും ഈ പറഞ്ഞ തൊട്ട് ഹാഷിന്നൊക്കെ ശേഷം പിള്ളേർ വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ. അത് കാണുന്ന പോലെ തന്നെ വെറുതെ ചൊറിയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പ്രോയ്ക്കാലും പിന്നെ അവന്മാര് ട്രോള് ഇനി ഇൻഡസ്ട്രി ഇവര് ഭരിക്കും ഞങ്ങള് 3 പേരും. അത് വരുമ്പോ കാണുന്നവർക്ക് എന്തോ പ്രശ്നമാണ്. അത് ആണോ എന്നറിയണമല്ലോ. അങ്ങനെയൊക്കെ നെഗറ്റീവ് ഇഷ്ടം പോലെ ഇടാൻ വേണ്ടി. എന്താ അങ്ങനെ ഏറ്റവും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റേ ഇൻസ്റ്റാഗ്രാം വേൾഡ്? ഇൻസ്റ്റഗ്രാമില് ഇല്ല, ഇത് നെഗറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവ് കമന്റ്സുകൾ നമ്മൾ ഇപ്പൊ കുറവാണ്. പക്ഷെ അല്ല, എനിക്ക് എന്നെക്കാളും വിഷമം തോന്നാറുണ്ട് വേറെ ചിലരുടെ കമന്റ് ബോക്സ്. എനിക്ക് ഇങ്ങനെ പേഴ്സണലി ജഡ്ജ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ്സിനെ വെച്ചിട്ട് അവർക്ക് പറയാം ആക്ടിങ് ഭയങ്കര ഓവറാണ്, അതൊന്ന് കുറക്ക്, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നീ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ വരും. പക്ഷെ ഇത് ജഡ്ജ് ചെയ്യും നമ്മളെ. അതായത് ഒരു റീലാണ് കണ്ടിട്ട് ഓ അവൻ എങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്ത് അങ്ങനത്തെ കമന്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു പഴമക്കാര് ഇടുന്നത് പിന്നെയോ, അതായത് അവരുടെ സാഹചര്യത്തിൽ വളർന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കൂല, ആ കാലത്ത് ചിലപ്പോ അങ്ങനെ ആവൂല. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവര് ടാർഗറ്റ് ചെയ്യാൻ ഈ മതം ഏരിയ ഇഷ്ടം പോലെ. ഇന്നത്തെ ഈ മതം എന്നൊക്കെ പറയുന്ന ഒരാൾക്കാരുടെ പേഴ്സണൽ ഫീലിംഗ്സ് നോക്കി ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആൾക്കാര്, മതം നോക്കി റീല് കാണുന്ന ആൾക്കാരുണ്ട്, ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി കമന്റ് ചെയ്താണ്, ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഷാംബോനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നു ബൈ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട്, ഈ പറഞ്ഞ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വരികയാണ്. ഇത് ആരാണ് ആക്ടർ എന്നാണ് എന്നോട് പറയേണ്ടത്. മഹാരാജ ഹോസ്റ്റലിൽ നിങ്ങൾ 4 പേര് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഏറ്റവും അരി വെറുക്കുന്ന ആക്ടറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എനിക്ക് പ്രശ്നം ഞാൻ കാരണം കുറെ ടേക്കുകളൊക്കെ പോയിട്ടുണ്ട് ചില സീനുകളൊക്കെ. അതെന്താന്ന് വെച്ചാ ഭയങ്കര മെമ്മറി പവറാണ്. ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഇവരുടെ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ എന്റെ ഡയലോഗ് എത്തുന്ന സമയത്ത് ഞാൻ മറന്നു. ഇവൻ സീരിയസ് ആയിട്ട് ചൂടാവുന്ന ഒരു സീനുണ്ട് അഖിലിനോട്. ഡയലോഗ് ഞാൻ പറയുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നത് ഞങ്ങള് ചിരിക്കായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അരിവർക്ക് ഞാൻ ഈ തുടക്ക സമയത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പടച്ചോനെ ഞാൻ പണി പാളി, എന്നെ ഇവരെടുത്ത് ഇവർക്ക് അബദ്ധമായി തോന്നിയിട്ടുണ്ടാവോ പോയാലോന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഈ റീൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടത്തിന് മാത്രം, ഞാൻ ഇങ്ങനെ ടീമായിട്ട് പോകല്ല റീൽ ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിന് മാത്രം റീൽ ചെയ്ത് ഒരു സിനിമയിൽ അവസരം വന്ന് വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ഇവരൊക്കെ ഒരു ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ബബ്ബ അടിച്ചിരിക്കുക. അപ്പൊ ഞാനൊന്ന് പാളി. ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ വന്ന കുഴപ്പമില്ല, ഇവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ വന്നായിരുന്നു. പിന്നെ ഇവിടെ എത്തി ഇവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എന്റെ ആ കോൺഫിഡൻസ് ഫുള്ള് പോയി. ഇല്ല, തുടക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ശീലായി. ഇവർക്ക് ശീലായി. അല്ല അവനും നമുക്കല്ല, അവർക്ക് ശീലായി. ആരാ കൂട്ടത്തിൽ ഏറ്റവും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്? ഈ ഒറ്റ ടേക്കിൽ അത് പിന്നെ പെട്ടെന്ന് ഭയങ്കര പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടി ചിലപ്പോ കൈ നിടുന്നത് സന്ദീപ്. നല്ല അർത്ഥത്തിലാണ്. കയ്യിൽ നിന്ന് കുറെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ സത്യം അല്ല സീരിയസ് ഇല്ല, നല്ല കുറെ ഡയലോഗ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടർ ആരാ? കൃത്യസമയത്ത് സെറ്റിൽ വരിക, കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും, പങ്ക്ച്വാലിറ്റിയാണ്. ഇൻസിഡന്റ് വെച്ച അല്ല നമ്മളെല്ലാരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയല്ലടാ, നമ്മള് കോളേജ് ഷൂട്ട് സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ. ഇപ്പൊ ഇവൻ വേറെ ആയിരുന്നു. അപ്പൊ ഇവന് സുബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി എത്തുന്നതിന് മുന്നേ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ എത്തും. എന്നിട്ട് അഷ്കർക്ക എവിടെ എത്തി, അവിടെ നമുക്കറിയാം അവിടെ പോയി 7 മണി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5:55 ആകുമ്പോ അവിടെ എത്തിയിരിക്കണം. എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ടേ വരും. കുളിച്ചില്ലെങ്കിലും കുറിയോടും അവിടെ പോയി അലമ്പോ. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. ഓക്കെ. ഏറ്റവും അധികം ഈ മെത്തേഡ് ആക്ടിങ്, അതായത് കഥാപാത്രമായിട്ട് ജീവിക്കുക, ഏറ്റവും അധികം സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആക്ടർ, അതായത് ഈ കഥാപാത്രത്തിന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയായിരിക്കും, ഈ കഥാപാത്രം ഇങ്ങനത്തെ ഡയലോഗ് പറയില്ല, അങ്ങനെ ഏറ്റവും മെത്തേഡ് ആക്ടർ മാമനായിരിക്കും. മെത്തേഡ് ഒരു ആഡ് ചെയ്തിട്ടില്ല നീ? മെത്തേഡ് സീൻ ഉദ്ദേശിച്ചത് കട്ടിയല്ലേ
മരിക്കാൻ സമ്മതിക്കില്ല. ഷാമോ സമ്മതിക്കില്ല. പക്ഷെ അവൻ explain ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. ഇത്രയും ചോദിച്ചത് നമുക്കൊന്നും ആൾക്കാർ മനസ്സിലായി. അതുപോലെ കണക്കില്ല. ഇത്ര നേരം ചോദിച്ച് എന്റെ കഥയെ കേട്ട് വന്നപ്പോ ഒരു ഇത്തിരി ആൾക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു. മെത്തേഡ് ആക്ടിംഗിൽ എന്താ ചെയ്യുന്നത്? ഇല്ല, മെത്തേഡ് ആക്ട് ചെയ്തതിന് പറഞ്ഞാ ഒരു ബന്ധമില്ല. മെത്തേഡ് ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടുതൽ അങ്ങനെ ആരും ഇല്ല. ഹാസ്യം ഉദ്ദേശിച്ചത്. ഓക്കെ ഏറ്റവും അധികം വേൾഡ് ക്ലാസ് സിനിമ കാണുന്ന ആക്ടർ ഇതിലാരാ? ഇപ്പൊ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പടം കണ്ടിട്ടുണ്ടോ? അങ്ങനെ മാമ അല്ല നിങ്ങളാണോ ഇവൻ കാണാറുണ്ടോ പണ്ടത്തെ ഇല്ല, ഞാൻ പഴയ പടങ്ങളെ കാണുന്നുള്ളൂ. അതായത് ഭയങ്കര എല്ലാരും ഇഷ്ടപ്പെടുന്ന പടങ്ങള്, നമ്മുടെ മലയാളത്തെ സാധനങ്ങള്, ഇപ്പൊ പപ്പേട്ടന്റെ പടങ്ങള്, ഭരതൻ സാറിന്റെ പടം, അങ്ങനത്തെ സാധനങ്ങളെ കാണാറുള്ളൂ. അല്ലാണ്ട് ഗോഡ് ഫാദർ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നോളന്റെ പടങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങളിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരാനായിട്ട് പോകുന്നത് ഹാഷറായിട്ട്. ഉറപ്പായിട്ടും അടുത്ത ഹാഷർ നിങ്ങളിൽ ആരാവും? അതാണ് ട്രോളുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ പേഴ്സണലി ആളുകളൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ ഹാഷറിനെ പോലെ തുടങ്ങണം, അല്ലെങ്കിൽ ഹാഷർ എത്തി അപ്പൊ അറിയാലോ, ഹാഷറിന്റെ ഒരു റേഞ്ച് അറിയാലോ, നിങ്ങളിൽ നിന്നൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആളുകൾ ഉപദേശിക്കുക അല്ലെ അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കുകയോ ചെയ്യുന്ന തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴേ ഇൻഫ്ലുവൻസ് അഭിനയ സിനിമ കാണാൻ പോകുമ്പോ ചിലപ്പോ ചോദിക്കും കണ്ടോ അവരൊക്കെ അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ എനിക്ക് സിനിമ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതായിരുന്നു. കാരണം നമ്മളൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് പോയി എന്തിനാ കളിയാക്കട്ടെ എന്തെങ്കിലും നമ്മളൊരു ദിവസം കയറും. പക്ഷെ ഒരിക്കലും ഹാഷറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞോട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ പണ്ട് ഈ പറഞ്ഞ ടിക്ടോക്ക്, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇതുപോലെ റീലിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ച് ട്രെൻഡിങ് പോപ്പുലാരിറ്റി കാണുമായിരുന്നു. ആ ടൈമിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈം നമ്മളെ പതിയെ ലൂസ് ചെയ്യും. ആൾക്കാർ കുറെ കണ്ട് മടുത്ത് കുറെ ഹേറ്റേഴ്സ് വരും. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്തൊരു ഹാഷർ ആവണം. ഇപ്പൊ ടാർസനൊക്കെ പടത്തിൽ കയറി നന്നായി അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഉപദേശങ്ങൾ വരുന്നുണ്ടോ? ഇങ്ങനെ പടം വേണം എടുക്കാൻ, ജോമനൊക്കെ ഉപദേശിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോഴൊക്കെ പറയണത് നല്ല പടം, നല്ല സ്റ്റോറി ഒക്കെ നോക്കിയെടുക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോഴായാലും നിങ്ങളുടെ റീൽ കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ജെൻസി ജെന്നാൽഫ കുട്ടികളാണ്. അവരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കി? അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് തീരെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്ന യൂട്യൂബിൽ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള ഏറ്റവും കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ കുറച്ച് മിഡിൽ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു അമ്മമാരുണ്ട്. അല്ല, എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ കൂടുതലായിട്ടുള്ളത് കുട്ടികളാണ്. പക്ഷെ ഇവന് വരുമ്പോൾ എനിക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എന്റെ ഫോളോവേഴ്സ്. 30-35 നമ്മുടെ ഏജിനേക്കാൾ കുറച്ച് കൂടിയ ആൾക്കാരൊക്കെ കൂടുതൽ വിമൻസ് ഒക്കെയാണ്. അങ്ങനെ അല്ല, എനിക്ക് എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിനുള്ള ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. ചീത്ത വിളിക്കാനും വീഡിയോക്ക് നല്ല കമന്റ്. അല്ല, ഏജ് ഗ്രൂപ്പ് ആരാ വരുന്നത്? ഏജ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റേ 18-24 ആ ഒരു ഏജ് തന്നെയാണ് കൂടുതലും വരുന്നത്. ഓക്കെ, മാമൻ എങ്ങനെയാ അവസ്ഥ? നമ്മളെ ഈ സമ്പ്രദായക്കാരൻ. ഓക്കെ. നിങ്ങളപ്പോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഈ ഓഡിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോളോവേഴ്സും പടം കാണാൻ തിയേറ്ററിൽ വന്നാൽ, അതായത് നിങ്ങളുടെ എല്ലാവരും ഫോളോവേഴ്സിന്റെ ഒരു പകുതിയെങ്കിലും ഫസ്റ്റ് വീക്കോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പടം വർക്ക് ആയിരിക്കും ബേസിക്കലി? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? വന്ന് കാണുന്നവര് നല്ലത് പറയുക എന്നുള്ളതാണ്. അല്ല, എനിക്ക് വേറെ കാര്യമുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റാ. ഫോൺ എടുത്ത് വെച്ച് കണ്ട ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കാണാം. വളരെ പ്രാക്ടിക്കലായ മനുഷ്യനാണ്. അല്ല, ഇത് സിനിമ എന്ന് പറയുമ്പോൾ 10-150 രൂപ കൊടുത്ത് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ചിന്തിച്ചേ അവര് പോത്തുള്ളൂ. ഇപ്പൊ ആരഭിനയിച്ചെന്ന് പറഞ്ഞാലും പടം നല്ലതാണെങ്കിൽ ഈ റിവ്യൂ നോക്കി പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ. പിന്നെ എല്ലാം നോക്കും. ഇപ്പൊ നമ്മളൊരു ഹാഷിന്റെ പടമൊക്കെ പറയുമ്പോ ഹാഷിന്റെ ഒക്കെ പടമാണ് റീലൊക്കെ ചെയ്താൽ ഇപ്പൊ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ഡോമാരെ പടം കണ്ടേ പറ്റൂ. ഇപ്പൊ ബ്രോ വാഴ ഇറങ്ങി ഫസ്റ്റ് ഡേ പോയി കണ്ടോ? ചില ആൾക്കാര് അത് റിവ്യൂ നോക്കിയിട്ട് അല്ലേ കാണുള്ളൂ. അതേപോലെ അല്ല, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് എനിക്ക് പറ്റുള്ളൂ. ഹൊറർ കോമഡി ആണല്ലോ. ഈ ഹൊറർ എന്ന് പറയുന്ന എലമെന്റിൽ തന്നെ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ക്ലീഷകൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏത് ഹൊറർ ആയാലും, കോഞ്ചറിങ് ആയാലും ശരി, ഈവിൾ ഡെഡ് ആയാലും ശരി, ഇൻസീഡിയസ് ആയാലും ശരി, ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലെ ആകാശഗംഗ ആയാലും ശരി, എല്ലാത്തിനും എസ്രക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്ലീഷകൾ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ക്ലീഷകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ ക്ലീഷകളിനകത്തുണ്ട്. ക്ലീഷ ഇല്ലാത്ത പടം ഇല്ല. ഹോസ്റ്റലിലെ സംഭവം എടുത്താൽ പോലും ഹോസ്റ്റലിന് കുറെ ക്ലീഷകളുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. ഹൊറർ സീക്വൻസ് എടുത്താൽ പോലും ക്ലീഷകളുണ്ട്. പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മാറി ഒരു വ്യത്യസ്ത കഥ പറയുന്നുണ്ട്, ഒരു പ്ലോട്ട് പറയുന്നുണ്ട്. അതെന്തായാലും വെറൈറ്റി തന്നെ ആയിരിക്കും. അതാണ് മഹാരാജ ഹോസ്റ്റലിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. അതിലാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ തോന്നിയത് ആ ഒരു പോയിന്റിലാണ്. ഞാൻ കേട്ടില്ലാത്തൊരു ഒരു ഐറ്റം ഇങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. ഹൊറർ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും മാറ്റണം തോന്നുന്ന ഒരു ക്ലീഷ എന്താണ്? ചെറിയ കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നത്,
ഈ പട്ടി പൂച്ച കരയുന്നത്, ആളുകൾ വീട് മാറുന്നത്, എന്തൊക്കെ പ്രേതാനുഭവം ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഏത് എലമെന്റാ മാറ്റം? ആണി ഇളക്കി വീഴുന്നത്. ഏതാ മാറ്റേണ്ടത്? ഏതാണ് അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ട ക്ലീഷേ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ പ്രേതങ്ങൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്.